തേജസ് വിമാന അപകടം നിങ്ങൾ അറിഞ്ഞില്ലേ? ഈ വിമാന അപകടത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം വ്യോമസേന ആരംഭിച്ചു. പെട്ടെന്നുണ്ടായ സാങ്കേതിക തകരാറ് അല്ലെങ്കിൽ നിയന്ത്രണത്തിലെ പ്രശ്നമോ ആകാം എന്ന പ്രാഥമിക നിഗമനം. പൊഖ്രാനിൽ നടന്ന ഭാരത് ശക്തി സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത വിമാനമാണ് ഇന്നലെ തകർന്നത്. അർജുൻ പീതാംബരൻ ചേരുന്ന വിവരങ്ങളുമായി. അർജുൻ, വലിയ സങ്കടം തോന്നിയൊരു സംഭവം. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ, ആ പൈലറ്റിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എന്താണ് കാരണം എന്നത് കണ്ടുപിടിക്കാൻ ശക്തമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ബ്ലാക്ക് ബോക്സ് അടക്കമുള്ളവ ഇനി പരിശോധിക്കേണ്ടി വരും, അല്ലേ? മൂത്തി, തീർച്ചയായിട്ടും ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നതിൻ്റെ പരിശോധന നിർണായകമായിരിക്കും. പക്ഷേ ഇതുവരെയും ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള വിവരം വ്യോമസേനയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ദുബായ് ഏവിയേഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് എന്നുള്ളൊരു വിവരമാണ് കഴിഞ്ഞ രാത്രിയിൽ വന്നത്. ആ ഒരു തിരച്ചിൽ ഇപ്പോഴും അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വ്യോമസേനയിൽ നിന്നും വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒന്നുകിലൊരു ലോസ് ഓഫ് പവർ, അതായത് വിമാനത്തിൻ്റെ പവർ നഷ്ടപ്പെട്ടതായിരിക്കാം, അതല്ലെങ്കിൽ നിയന്ത്രണത്തിലെ ഒരു പിഴവോ എന്തെങ്കിലും പ്രശ്നമോ ആയിരിക്കാം. ഇതിലിപ്പോൾ ഈ പവർ നഷ്ടപ്പെട്ടതാണെങ്കിൽ അത് തീർച്ചയായിട്ടും വിമാനത്തിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്തേതാണെങ്കിൽ, അതായത് ഈ നിയന്ത്രണത്തിലെ ഒരു പ്രശ്നമാണ് അതിലുണ്ടായിരിക്കുന്നത് എങ്കിൽ ഒരു പക്ഷേ പൈലറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പിശകോ അതല്ലെങ്കിൽ വിമാനത്തിൻ്റെ ഈ നിയന്ത്രണ വിഭാഗത്തിലുണ്ടായിട്ടുള്ള മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാറോ ആയിരിക്കാം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ചില സൈനിക വൃത്തങ്ങളടക്കം വ്യക്തമാക്കുന്നത്. പക്ഷേ കാരണം കണ്ടെത്തണമെങ്കിൽ ഇപ്പോൾ ഈ വ്യോമസേന പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം അത് പൂർത്തിയാകേണ്ടതുണ്ട്. പൂർത്തിയാകണമെങ്കിൽ തന്നെ ഏറ്റവും നിർണായകമാണ് ബ്ലാക്ക് ബോക്സിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ. അതിനപ്പുറത്തേക്ക് വിമാനം തകർന്നു വീണതിന് ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഇന്നലെ അത് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ആ പരിശോധനയെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധന കൂടി പൂർത്തിയാകേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ കോർട്ട് ഓഫ് ഇൻക്വയറിയിൽ മുന്നോട്ട് പോകാനായിട്ട് വ്യോമസേന അധികൃതർക്ക് കഴിയുകയുള്ളൂ. ഇതിനോടകം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അത് ആരംഭിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി വ്യോമസേന ഈ അന്വേഷണം ആരംഭിച്ചു എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അട്ടിമറി സാധ്യതയടക്കം ഇപ്പോൾ പരിശോധനയിലുണ്ട്. അതിനുള്ള സാധ്യത തീരെ കുറവാണ് എങ്കിൽ പോലും എല്ലാ വശങ്ങളും പരിശോധിക്കുക എന്നുള്ളൊരു സമീപനമാണ് നിലവിൽ വ്യോമസേന എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പൈലറ്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേര് നമൻ ഷ്യാലാണ്. അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ കാംഗ്ര സ്വദേശിയാണ്. നാളെയോ മറ്റന്നാളോ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഡൽഹിയിലേക്ക് എത്തിക്കുമെന്നുള്ള വിവരമാണ് വ്യോമസേന അറിയിച്ചിട്ടുള്ളത്. ശരി അർജുൻ. നമൻ ശ്യാൽ എന്ന പൈലറ്റിൻ്റെ ഭൗതികദേഹം ഉടൻ തന്നെ സ്വന്തം നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം ബ്ലാക്ക് ബോക്സ് കിട്ടിയോ എന്നത് ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഒരു വിവരമാണ്. അത് പരിശോധിച്ചാവും ഇനി എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറിയോ അല്ലെങ്കിൽ യന്ത്ര തകരാറോ എന്താണ് കാരണം എന്നത് വ്യക്തമായി കണ്ടെത്താൻ കഴിയും.